നീ അവസാന വാള് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോ ഇതൊരു വലിയ ചിന്തയാവണം. മക്കളോട് പഠിപ്പിച്ചു കൊടുക്കണ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കോ? എന്താ മനുഷ്യന്മാരെ പഠിപ്പിച്ചു കൊടുക്കോ? പഠിപ്പിച്ചു കൊടുത്താൽ നമ്മുടെ മക്കൾ പറയോ? എന്താ പഠിപ്പിച്ചു കൊടുക്കുന്നത്? മഹാനായ സഹീദ് ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഇവിടെയാണ് ഇസ്ലാമിക സംസ്കാരം ഉണ്ടാവുക. മഹാനായ സഹീദ് ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു തന്റെ മകനോട് പറയുമായിരുന്നു, 6 വയസ്സുള്ള പൊന്നുമോനോട്, പൊന്നുമോനെ 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 സഹിലേ, പൊന്നുമോനെ സഹിലേ. 6 വയസ്സ് മാത്രം പ്രായമുള്ള പൊന്നുമോനോട് പറയുമായിരുന്നു, മോനെ സഹിലേ, നീ എപ്പോഴും പറയണേ മോനെ. എന്താണ് വാപ്പാ പറയേണ്ടത്? 6 വയസ്സുള്ള പൊന്നുമോനോട് പിതാവ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഈ ആധുനിക ലോകത്ത് ഈ ചിന്തകൾക്കൊക്കെ വളരെയേറെ പ്രസക്തിയുണ്ട്. മോനെ സഹിലേ, എപ്പോഴൊക്കെ നീ നടന്നു പോകുന്നുവോ ആ സമയത്തൊക്കെ നീ പറയണേ മോനെ. എന്നാണ് ഉപ്പ ഞാൻ പറയേണ്ടത്? ആ ഉപ്പ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നു. മോനെ പറയണം നീ എപ്പോഴും അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. ഇതൊക്കെ വലിയ അർത്ഥഗാംഭീര്യമുള്ളവരാണ്. ഇത് മൊയ്യാക്കൂട്ടത്തിനോ പത്രി മറച്ച് തിന്നാനുള്ള പ്രാചീനതയുടെ ശിർക്കിന്റെ വാക്കാണെന്ന് ഉമ്മത്തിനെ പഠിപ്പിച്ചവരെ ഈ വാക്കാണെന്ന് നിങ്ങൾക്കറിയുമോ? സഹീദ് റളിയല്ലാഹു അൻഹുവിനോട് വാപ്പ പഠിപ്പിച്ചു കൊടുത്തതാ. സഹീദ് റളിയല്ലാഹു തആല പറയാ, അല്ലാഹു ഹാദിരി, അല്ലാഹു ഇപ്പോ നമ്മുടെ മുമ്പിലുണ്ട്, പടച്ചറപ്പ് നമ്മുടെ മുമ്പിലുണ്ട്. അല്ലാഹു ഹാദിരി, അല്ലാഹ് നമ്മുടെ മുമ്പിലുണ്ട് മോനെ. 6 വയസ്സുകാരൻ ചോദിക്കും എവിടെ? ആ സമയത്ത് പറഞ്ഞു കൊടുക്കണം മോനെ, അൻതഅ്ബുദല്ലാഹ കഅന്നക തറാ ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാ. അല്ലാഹുവിനെ നമ്മൾ കാണുന്നില്ലെങ്കിലും അവൻ നമ്മളെ കാണുന്നുണ്ട് മോനെ. അല്ലാഹു ഹാദിരി, അല്ലാഹു ഹാദിരി, അല്ലാഹു ഹാദിരി, അല്ലാഹ് നമ്മുടെ മുമ്പിലുണ്ട് മോനെ. അല്ലാഹു ഹാദിരി, അവൻ നമ്മളെ നോക്കുന്നുണ്ട് പൊന്നുമോനെ, കൺമണിയെ. അല്ലാഹു ഷാഹിദി, നാം ചെയ്യുന്ന ഓരോ കർമ്മത്തിനും അല്ലാഹു സാക്ഷിയാണ് പൊന്നുമോനെ. അവൻ എവിടെ ഇരുന്നാണ് നോക്കുക? അവൻ എവിടെയാണ് സാക്ഷിയാവുക? അല്ലാഹു മഈ, അല്ലാഹു മഈ, അല്ലാഹു മഈ, അല്ലാഹു നമ്മുടെ കൂടെ തന്നെയുണ്ട് പൊന്നുമോനെ എന്ന് നിന്റെ മക്കളോട് പഠിപ്പിച്ചു കൊടുക്കണം. സഹീദ് റളിയല്ലാഹു തആല പിന്നീട് പറയുകയാ, 6 വയസ്സിൽ എന്റെ വാപ്പ എന്നെ ഈ ദിക്ർ പഠിപ്പിച്ചു തന്നു. 8 വയസ്സ് വരെ ഞാൻ ഈ ദിക്ർ ഇടതടവില്ലാതെ ചൊല്ലി. അപ്പോൾ എന്റെ ഹൃദയത്തിന്റെ ഉള്ളില് പ്രകാശമായി, അതെന്റെ ഹൃദയത്തിന്റെ ഉള്ളില് പ്രകാശമായി, അതെന്റെ ഹൃദയത്തിന്റെ ഉള്ളിലെ പ്രകാശമായി. 2 വർഷം 6 വയസ്സുകാരനാ ദിക്ർ പറഞ്ഞപ്പോ അതെന്റെ ഹൃദയത്തിന്റെ ഉള്ളില് പ്രകാശം നൽകി. സഹീദ് റളിയല്ലാഹു തആല പറയാ, ഇന്ന് ഞാൻ 10 വയസ്സ് വരെ ആ ദിക്ർ ചൊല്ലി. അപ്പോൾ എന്റെ ആത്മാവിനും പ്രകാശമായി, ആത്മാവിനും പ്രകാശമായി. ഞാൻ ഈ പറഞ്ഞപ്പോ ഞാനൊരു സുഹൃത്തനോട് പറഞ്ഞു, സാറേ 4 വയസ്സ് മുതൽ എന്റെ മകനെ ഞാൻ ഈ ദിക്ർ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്റെ മകന് 6 വയസ്സായി. നിങ്ങൾ ചോദിക്കും, ഈ ദിക്ർ ചൊല്ലിയാൽ 8 വയസ്സുകാരന്റെ ഹൃദയം പ്രകാശിക്കുമോ? അവന്റെ ആത്മാവിന് പ്രകാശം വരുമോ? ഇന്നലെ ഒരു സുഹൃത്തനോട് പറഞ്ഞതാണ്, 4 വയസ്സുള്ളപ്പോ എന്റെ മകന് ഞാൻ ഈ ദിക്ർ പഠിപ്പിച്ചു കൊടുത്തു. ഇന്ന് എന്റെ മകന് 6 വയസ്സായി. അവനെപ്പോ ഖുർആൻ ഓതുന്നത് കേട്ടാൽ പിന്നെ മിണ്ടില്ല, വാങ്ങു വിളിക്കുന്നത് കേട്ടാൽ പിന്നെ മിണ്ടില്ല. എവിടെ വാല് കേട്ടാലും അവനാ വാല് കേട്ടുകൊണ്ടേയിരിക്കും. എന്റെ പൊന്നുമോനെ കളി വിനോദത്തിന് താൻ താല്പര്യമില്ല. അവൻ മൊബൈലിൽ ഗെയിം കളിക്കാറില്ല. അവന്റെ ഒരേ ഒരു വിനോദം ഏത് സമയത്തും ഇയർഫോൺ വെച്ചിട്ട് ഖുർആൻ ഓതുന്നത് കേൾക്കണം. 6 വയസ്സുകാരന്റെ ഹോബി ഖുർആൻ ഓതല, ഖുർആൻ കേൾക്കല. എവിടെ പോകുന്നെങ്കിലും ഉസ്താദേ നിങ്ങളുടെ CD 24 മണിക്കൂർ കേൾക്കാറുണ്ട്. പലപ്പോഴും ഞങ്ങൾ ചിന്തിച്ചു, 6 വയസ്സുള്ള മോൻ ഞങ്ങളൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല, അവന് ബാത്തിലായ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. കാരണം എന്തെന്നറിയുമോ? 4ാമത്തെ വയസ്സിൽ അവന്റെ ഉപ്പയും ഉമ്മയും പഠിപ്പിച്ചു കൊടുത്തു, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ.
ഇന്ന് പോയിട്ട് മക്കളോട് പഠിപ്പിച്ചു കൊടുക്കണേ. മക്കളെ ചുവഞ്ചെറിയുടെ ക്യാമറയല്ല, അള്ളാഹുവിന്റെ ക്യാമറക്കുള്ളിലാണ് നമ്മൾ. അള്ളാഹു നമ്മളെ കാത്തുകൊണ്ടിരിക്കുകയാ. അതുകൊണ്ടാണല്ലോ സഹോദര, പാതിരാത്രിയിലെ അന്ധകാരനിബിഡമായ രാത്രിയിലൂടെ നടന്നു പോകുമ്പോ ചെറ്റക്കുടിയിൽ നിന്ന് ഉമ്മ പറയുകയാണ്, മോളെ പാലിൽ വെള്ളം ചേർക്ക്. അപ്പോഴാണ് പറഞ്ഞത്, ഉമ്മ ഉമർ അറിഞ്ഞാൽ ശിക്ഷിക്കുമല്ലോ ഉമ്മ. പൊന്നുമോളെ ഉമർ ഉറക്കമല്ലേ, ഉമർ ഉറക്കമല്ലേ, ആരും കാണുന്നില്ലെന്ന് ചോദിച്ചപ്പോ ആ സമയത്തൊരു ചെറ്റക്കുടിൽ നിന്ന് മറുപടി വന്നു, ഇതാക്കാന ഉമറുനായിമൻ ഉമർ ഉറങ്ങിയാലും ഉമറിന്റെ റബ്ബ് ഉറങ്ങില്ലല്ലോ ഉമ്മ. ചരിത്രത്തിന്റെ പുറകിലേക്ക് നടക്കുക. എടീ പൊട്ടിപ്പെണ്ണേ, അള്ളാനെ മറന്നിട്ടല്ല കാമുകനെ തുറന്നിട്ട് കൊടുത്ത പെണ്ണേ, പാതിരാത്രി നിസ്സാരം ഒരു പാലിന് വെള്ളം ചേർക്കാൻ പറഞ്ഞപ്പോ എന്റെ റബ്ബിൽ ഉറക്കമില്ലെന്ന് പറഞ്ഞ് ചെറ്റക്കുടിൽ നിന്നൊരു ശബ്ദം കേട്ടപ്പോ ഉമർ റളിയല്ലാഹു തആല തീർന്നില്ല. ആധുനിക സമൂഹം നശിച്ചു പോയത് എങ്ങനെയാ, നമ്മുടെ കുടുംബം തകർന്നത് എങ്ങനെയാ. ഗൾഫുകാരന്റെ ഭാര്യ അവനെ വിട്ടിട്ട് അവസാനം ഓടിപ്പോകുന്ന കഥ പറയുമ്പോ പാവപ്പെട്ട ഗൾഫുകാരൻ തകർന്നു പോകുമ്പോ ഇതിലൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു മനസ്സിലാക്കണേ. പാതിരാത്രിയിൽ പാലിൽ വെള്ളം ചേർക്കാൻ പറഞ്ഞപ്പോ എനിക്ക് അല്ലാഹുവിനെ പേടിയാ. അവൻ എന്നെ നോക്കുന്നുണ്ട്, അവൻ കാണുന്നുണ്ട്, അവന്റെ ക്യാമറക്കുള്ളിലാണെന്ന് മറുപടി പറഞ്ഞ പെണ്ണിനെ കണ്ടപ്പോ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു മക്ക ഭരിക്കുന്ന ഏകാധിപതിയായ രാജാവ് ആ ചെറ്റക്കുടിലേക്ക് നടന്നു. വാതിലിൽ മുട്ടി പേടിച്ചു വാതിൽ തുറന്നപ്പോൾ ഉമറാണ്. ആ പെൺകുട്ടി പേടിച്ചു വിറച്ചുപോയി. ഇന്നലെ രാത്രി എന്റെ ഉമ്മയുടെ സംഭാഷണം ഉമർ അറിഞ്ഞിരിക്കുന്നുവോ? ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ആ പെണ്ണിനോട് ചോദിച്ചു, മോളെ അല്ലാഹുവിനെ പേടിയുള്ള പൊന്നുമോളെ ഉമറിന്റെ വീട്ടിലേക്ക് വരുന്നു മോളെ? പേടിച്ചുപോയി പാവപ്പെട്ട പെൺകൊടി, പേടിച്ചുപോയി പാവപ്പെട്ട പെൺകൊടി. 17 വയസ്സുകാര് പേടിച്ചുപോയി. മംഗലാപുരത്തെയും കോഴിക്കോടെയും എഞ്ചിനീയറിംഗ് കോളേജിലെ മക്കളെ പഠിപ്പിക്കാൻ വിട്ട് കലാലയത്തിന്റെ കലാപ കാലുഷ്യത്തിൽ നിന്ന് വൈകുന്നേരം ഹോസ്റ്റലിൽ പോകുമ്പോ പാതിരാ സമയങ്ങളിൽ പെൺകുട്ടികളെ താമസിക്കുന്ന ഹോസ്റ്റലിന്റെ ഉള്ളിൽ പേക്കൂട്ടുകൾ നടത്തിയിട്ട് തങ്ങളുടെ ലൈംഗിക ചേട്ടകൾ വാട്സാപ്പിലൂടെ ലോകത്ത് പ്രചരിച്ചു പോകുമ്പോ അന്യ സംസ്ഥാനങ്ങളിലേക്കും മക്കളെ പഠിപ്പിക്കാൻ പറഞ്ഞു വിട്ടിട്ട് ബാംഗ്ലൂരിലെയും മംഗലാപുരത്തിലെയും ഹോസ്റ്റലുകളിൽ നടക്കുന്നത് അനാശാസ്യത്തിന്റെ അശ്ലീലതയുടെ അനാവശ്യത്തിന്റെ ഏറ്റവും വലിയ ആഭിനമ്പനാണ് കേൾക്കുന്നതെങ്കിൽ ഹോസ്റ്റലുകളിൽ ലെസ്ബിയൻസുകളായ പെൺകുട്ടികൾ നടക്കുന്ന പ്രേമപേത്തുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുമ്പോ അല്ലാഹുവിനെ പേടിയില്ലാത്ത പെണ്ണേ, പാതിരാത്രിയിൽ പാലിന് വെള്ളം ചേർക്കാൻ പടച്ചറപ്പിനെ പേടിച്ചിട്ട് വിസമ്മതിച്ച പെണ്ണിനോട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, പെണ്ണേ നീ എന്റെ ഉമറിന്റെ വീട്ടിലേക്ക് വരുന്നു എന്തിനാണ്? പെണ്ണെ എന്റെ മരുമകളായി എന്റെ മകൻ ഇതിനേക്കാൾ നല്ലൊരു ഭാര്യയെ കിട്ടുമോ? എന്റെ മകനായ നാഫി റളിയല്ലാഹു അൻഹുവിനെ ആ പെൺകുട്ടിയെ കല്യാണം ആലോചിച്ചു. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പാൽക്കാരി പെണ്ണല്ല, പാതിരാത്രിയിൽ പാലിൽ വെള്ളം ചേർക്കാത്ത പെണ്ണിനെ, അള്ളാഹുവിനെ പേടിയുള്ള പെണ്ണിനെ. എത്ര 200 പവനുണ്ടോ എന്ന് ചോദിച്ചില്ല, 500 പവനുണ്ടോ എന്ന് ചോദിച്ചില്ല. ആ പെണ്ണിന്റെ ബാക്ക്ഗ്രൗണ്ട് തേടിയില്ല. അതുകൊണ്ട് കാരണം എന്തെന്നറിയുമോ? പാതിരാത്രിയിൽ പാലിൽ വെള്ളം ചേർക്കാൻ അള്ളാഹുവിനെ പേടിച്ച പെണ്ണ്. അങ്ങനെ അള്ളാഹുവിനെ പേടിയുള്ളൊരു പെണ്ണാണ് നിന്റെ ഭാര്യയെങ്കിൽ, അവളാണ് നിന്റെ മരുമകളെങ്കിൽ, നിന്റെ ഭർത്താവ് 3 വർഷമായി ഗൾഫിൽ പോയിട്ട് 3 വർഷമായി ഒരു പുരുഷന്റെ സാമീപ്യം കിട്ടാതെ തെറ്റിലേക്ക് തളർന്നു വീണ സാഹചര്യമുണ്ടെങ്കിലും ഏതൊക്കെ പിശാചുക്കളും മാടി വിളിച്ചാലും അള്ളാഹുവിനെ പേടിച്ചൊരു പെണ്ണ് ഭർത്താവിനെ വഞ്ചിക്കില്ല. അവൾക്ക് അള്ളാഹുവിനെ പേടിയുള്ളവളാ. ഭർത്താവ് 10 വർഷമായിട്ട് ഗൾഫിലെ ജയിലിലാണെങ്കിലും എല്ലാരും പറയുന്നതെന്താ? അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമെന്താ? അവൻ ഗൾഫിന് പോയിട്ട് ഇത്ര വർഷമായിട്ട് തിരിച്ചു വന്നില്ലല്ലോ. പൊന്നുമോനെ, കടിയും അറിയാത്തതേത് പെണ്ണിനാ, കഴിയാത്തതേത് പെണ്ണിനാ? നമ്മുടെ ന്യായം എന്താണെന്നറിയോ? അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ ഗൾഫിന് പോയിട്ട് 10 വർഷമായിട്ട് കിടക്കുകയാണ്. ഈ ന്യായങ്ങളൊന്നും റബ്ബിന്റെ മുമ്പിൽ പറയണ്ട, ഇത് ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞാ മതി. അള്ളാഹുവിനെ പേടിയുള്ള പെണ്ണാണോ?
ആയുസ് കൊണ്ട് ഭർത്താവിൽ നിന്ന് അകന്ന് കഴിയേണ്ടി വന്നാലും അവള് തെറ്റിലേക്ക് പോവില്ല. ഇത് ഞാൻ ഉറപ്പിച്ചു പറയുന്നത് എന്തെന്നറിയോ? 17ാമത്തെ വയസ്സിൽ വിധവയായി ഇന്ന് 62 വയസ്സ് വരെ അള്ളാനെ പേടിച്ചിട്ട് 17ാമത്തെ യൗവനത്തിന്റെ പ്രായത്തിന് വിധവയായി 62 വയസ്സായിട്ടും അള്ളാനെ പേടിച്ച് ജീവിച്ച ഒരു അറാബിന്റെ ചിന്തയിലെ അവരെ കണ്ണുകൊണ്ട് കാണാത്ത ഒരു ഉമ്മാടെ മോനാണ് ഈ പറയുന്നത്. ഒരു പെണ്ണിന് വേണമെന്ന് പടച്ചിറപ്പിന് പേടിയില്ലെങ്കിൽ ആ പെണ്ണ് പിന്നെ 10 വർഷമായി നീ ജയിലിൽ കിടന്നാലും അവളുടെ ശരീരം മറ്റൊരുത്തന്റെ മുമ്പിൽ തുറന്നു കൊടുക്കില്ല. കാരണം എന്താ? അവള് പാലിന് വെള്ളം ചേർക്കാൻ അതാണ് പേടിച്ച പെണ്ണ. അതുകൊണ്ട് കല്യാണം കഴിക്കുന്നവരോട് മക്കളെ കല്യാണം കഴിക്കാൻ മരുമക്കളെ തേടുന്ന ഉപ്പമാരുണ്ടെങ്കിൽ വാക്ക് കേട്ടോ, ഇത് മുത്തുനബിയുടെ ഹദീസാണ്. കല്യാണം കഴിക്കാൻ പെണ്ണിനെ തേടുന്നുണ്ട് കരളിന്റെ കശനമായ ചെറുപ്പക്കാരോട്, തന്റെ മക്കൾക്ക് ആ മക്കൾക്ക് പെണ്ണിനെ തേടി അറിയുന്ന മാതാപിതാക്കളോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ചെറുപ്പക്കാരാ, ഇയ്യാകും വഖളറാഇദ്മി, ഹളറായിത്തമായ പെണ്ണുങ്ങളെ നിങ്ങൾ ഒരിക്കലും കല്യാണം കഴിക്കരുതേ. നോക്കാൻ സമയം പണ്ടെങ്ങാണ്ട് ഓതിയത് കല്യാണം ഇവിടെ കല്യാണം കഴിക്കാത്ത ആളുകളില്ലേ? കല്യാണം കഴിക്കാൻ കഴിയുന്ന കൈവൊക്കെ ഇവരെ കല്യാണം കഴിക്കാത്തവര് ഇതെന്തോ പടച്ചോടെ നഴ്സറിന്ന് കെട്ടിച്ചു കൊടുക്കും. ഒരു മനുഷ്യന്റെ കയ്യിലില്ല. കല്യാണം കഴിക്കാനുള്ള ചെറുപ്പക്കാർ വേണ്ട, മക്കൾക്ക് മരുമക്കൾ അന്വേഷിക്കുന്ന ആളുകളില്ലേ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കല്യാണം കഴിക്കാൻ പാടില്ല. എന്താ അങ്ങനെയുള്ള പെണ്ണിനെ കല്യാണം കഴിക്കരുത്, ജീവിതം തീർന്നു. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഇന്ന് ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചു പോകുമ്പോ അവന് സൗന്ദര്യവും വേണം, പണവും വേണം. തൊലിവെടുപ്പ് കൊണ്ടോ പോക്കറ്റിന്റെ കനവുകൊണ്ടോ ഏതിനെയും കെട്ടാൻ അവൻ തയ്യാറാണ്. ഒരു പ്രശ്നവുമില്ല. ആകെ ഇന്ന് മാനദണ്ഡം സൗന്ദര്യവും പണവും മാത്രമാണ്. വേറെ ഒന്നും വേണ്ട. എന്റെ നാട്ടിലൊരു പെണ്ണിനെ കല്യാണം ആലോചിച്ചു. കല്യാണമൊക്കെ ഉറപ്പിച്ചപ്പോ അവന്റെ കാമുകം വിളിച്ചിട്ട്, ആ പെണ്ണിനെ കാമുകം വിളിച്ചിട്ട് കെട്ടാമരുടെ പുതിയാപ്പിളയോട് പറഞ്ഞു, നീ ഇവിടെ കെട്ടരുത്, അതെന്റെ അവളെ ഞങ്ങള് പ്രണയിക്കുകയാണ്. അപ്പൊ അവൻ പറഞ്ഞു, സാധാരണ നടക്കണല്ലേ, പ്രശ്നമില്ല. മാറിയില്ല. അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ അവളെ കൂടെ ഒറ്റയ്ക്ക് വരടുത്ത് പോയിട്ടുണ്ട്. അവൻ പറഞ്ഞു, അതിപ്പാരാ പോവാത്തത്? ഞാൻ അവള് നിങ്ങൾ ഒറ്റയ്ക്ക് പോയിട്ടുണ്ടെന്ന് മാത്രമല്ല, ഞങ്ങൾ ഒന്നിച്ചൊരു റൂമിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് സർവ്വസാധാരണമല്ലേ? കാരണം അവളുടെ തൊലി വെളുപ്പി അവൻ മയങ്ങിപ്പോയി. ആ പെണ്ണിനെ കെട്ടാൻ അവളെ പാലയുള്ള വേറെ ഒരെണ്ണം ഉണ്ടാവും. നീ ഒരു ദീനിയായ ചെറുപ്പക്കാരനാണോ? നിനക്കാ പെണ്ണ് തരില്ല. അവളെ കെട്ടാൻ അപ്പൊ പിന്നെ അവളെ കെട്ടേണ്ട ഉസ്താദെ ആരേലും അവളെ കെട്ടാൻ അവൾക്ക് സമാനമായി ജീവിച്ച ഒരു ആണ്ടറുക്കൻ അവൻ പലവേദി ചാടിയിട്ടുണ്ടാവും, അവനെ അള്ള വെച്ചിട്ടുണ്ടാവും. കാരണം ഒരു വ്യഭിചരിച്ച പുരുഷൻ വ്യഭിചാരി പെണ്ണിനെ അല്ലാതെ കല്യാണം കഴിക്കില്ല. അള്ളാഹു നമുക്ക് ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാക ഖളറായതമായ പെണ്ണുങ്ങളെ നിങ്ങൾ കല്യാണം കഴിക്കരുത്. സഹാബത്ത് നബിയേ, ഈ ഖളറായതം എന്ന് പറഞ്ഞാൽ അവരാരാണ് യാ റസൂലല്ലാഹ്? ഹബീബായ നബി തങ്ങളുടെ മറുപടി, ഹസന നല്ല അതീവ സൗന്ദര്യമുള്ള പെണ്ണാണത്. പക്ഷേ അവള് ജനിച്ചു വളർന്നത് മോശമായ ഒരു വീട്ടില. അവള് ജനിച്ചു വളർന്നത് അവരുടെ ഉമ്മ വേശ്യ പെണ്ണാണ്. അവരുടെ ഉമ്മ അന്യപുരുഷ
പുരുഷന്മാരുമായി ബന്ധമുള്ള പെണ്ണാണ്. അവളുടെ വാപ്പ അന്യ പെണ്ണുങ്ങളുടെ കൂടെ പോകുന്നവളാണ്. അത്രയ്ക്ക് മോശപ്പെട്ടൊരു കുടുംബത്തിൽ ജനിച്ച, മോശമായ സാഹചര്യത്തിൽ ജനിച്ച, നിസ്കാരമില്ലാത്ത കുടുംബമാണ്, അള്ളാഹുവിനെ പേടിയില്ലാത്ത കുടുംബമാണ്, മുടിപോവ് ചെയ്ത് ചുണ്ടിൽ ലിപ്സ്റ്റിക് തേച്ച് നടക്കുന്ന മോഡേൺ കുടുംബമാ. അങ്ങനെയുള്ളൊരു പെണ്ണിനെ നിങ്ങൾ വിവാഹം ചെയ്യരുത്. അള്ളാഹുവിനെ പേടിയില്ലാത്തൊരു പെണ്ണിനെ വിവാഹം ചെയ്താൽ അതോടെ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും സമാധാനവും നഷ്ടപ്പെട്ടു പോകുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതെല്ലാത്തിന്റെയും അടിസ്ഥാനം അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയമാ, അല്ലാഹുവിനെ കുറിച്ചുള്ള പേടിയാ. ആ പേടിയില്ലാത്തവർ ഭാര്യ നന്നാവില്ല, ആ പെണ്ണ് നന്നാവില്ല. ഈ മന്മനമായ സദസ്സിന്റെ അവസാനത്തെ ദുആക്ക് പരീക്ഷിച്ച് നിൽക്കുന്ന സദസ്സിനോട് ഞാനൊരു സദൃശാന്തം പറഞ്ഞു തരട്ടെയോ? നിങ്ങൾക്കറിയുമല്ലോ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഓരപ്പൈതന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മണലാറിന്റെ തിരുനിൽക്കുമ്പോ പിതാവ് അങ്ങകലേക്ക് ഉപേക്ഷിച്ചിട്ട് പോവുകയോ, പറക്കമുട്ടാത്ത ചോരപ്പൈതലിനെ തന്റെ കയ്യിലേൽപ്പിച്ചിട്ട് ഭർത്താവ് പോകുമ്പോ മരുഭൂമിയുടെ ചുറ്റുപടുത്ത് കിടക്കുന്ന മണരാരുണ്യത്തിൽ ആ പെൺപൈതലിനെ വളർത്തി വലുതാക്കി അവസാനം 9 വയസ്സായപ്പോ 9 വർഷം വരെ വാപ്പ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ പൊന്നുമോൻ വാപ്പയെ കണ്ടിട്ടില്ല. ഒറ്റക്ക് മരുഭൂമിയിൽ കിടന്നിട്ട് കഷ്ടപ്പെട്ട് തന്റെ മകനെ വളർത്തി വലുതാക്കി 9 വർഷം കഴിഞ്ഞപ്പോ ഉപേക്ഷിച്ചിട്ട് പോയ വാപ്പ തിരിച്ചു വീട്ടിലേക്ക് വന്നു. ആ മകന് ആരെന്ന് ചോദിച്ചില്ല. ആ മകൻ ഉപ്പയെ നിരാകരിച്ചില്ല, സ്വീകരിച്ച് വീട്ടിൽ കിടത്തി. രാത്രിയിൽ കടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റിട്ട് ഭാര്യയോട് പറഞ്ഞു, പൊന്നുമോളെ, ഇന്നലെ രാത്രി നമുക്ക് കിട്ടിയ മകനെ ബലിയെടുക്കാൻ അല്ലാഹു എനിക്ക് സ്വപ്നത്തിൽ പറഞ്ഞു തന്നു. നടക്കുമോ നമ്മുടെ വീട്ടില്? ആ ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? പ്രിയപ്പെട്ട മകനെ കയ്യിൽ പിടിച്ചിട്ട് 9 വർഷം കഴിഞ്ഞ് വന്ന ആദ്യത്തെ രാത്രിയിൽ കരുത്തിറക്കാൻ ചോദിച്ചപ്പോ 9 വർഷം കഷ്ടപ്പെട്ട് വളർത്തിയ മകനെ ആ കയ്യിലേൽപ്പിച്ചിട്ട് വാപ്പാടെ കൈപിടിച്ചിട്ട് 9 വയസ്സുകാരൻ പോവുകയോ. പാറക്കല്ലിലേക്ക് മലത്തി കിടത്തിയിട്ട് മൂർച്ചയുള്ള കത്തിയെടുത്ത് കഴുത്തിന് വെക്കുമ്പോ ആ പൊന്നമോ പറഞ്ഞതുപ്പാ അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ചത് നിങ്ങൾ ചെയ്തോ. മലത്തിൽ കടത്തിയിട്ട് കത്തി വെക്കുമ്പോ വാപ്പാടെ നേരെ കാർപ്പിച്ചു തുപ്പിയില്ല. അല്ല പറഞ്ഞത് ചെയ്തോ. മലത്തിൽ കടത്തിയിട്ട് കത്തി കഴുത്തിലേക്ക് വെക്കുമ്പോ ഉപ്പാ എനിക്കൊരു കാര്യം പറയാറുണ്ട്. എന്താണ് മോനെ? നിങ്ങൾ എന്നെ കത്തി വെച്ചിട്ട് എന്റെ കഴുത്തിറക്കുന്നെങ്കിൽ എന്നെ മലത്തിൽ കടത്തിയിട്ട് അറുക്കരുതേ, എന്നെ കമഴ്ത്തി കടത്തിയിട്ട് അറുക്കണേ. എന്തിനാണ് മോനെ? എന്റെ മുഖത്ത് നോക്കിയിട്ട് വാപ്പാക്ക് എന്നെ അറുക്കാൻ കഴിയില്ല. അങ്ങനെ അറുക്കാൻ കഴിയാതെ വന്നാൽ അല്ലാഹു കോപിക്കില്ല ഉപ്പ, അല്ല കോപിക്കില്ല ഉപ്പ. എന്നെ കമഴ്ത്തി കടത്തിയിട്ട് അറുക്ക്. രണ്ടാമത് പറഞ്ഞ് എന്നെ അറുക്കുമ്പോൾ എന്റെ കയ്യും കാലും കെട്ടിയിട്ടിട്ട് അറുക്കണം. എന്തേ മോനെ? കഴുത്തിലേക്ക് കത്തി വെച്ചിട്ട് വേദന കൊണ്ട് രക്തം പൊടിയുമ്പോ ഉപ്പാടെ പൊന്നുമോൻ വേദന കൊണ്ട് കയ്യും കാലും ഇട്ടടിക്കുമ്പോ എന്റെ ഉപ്പാടെ മനസ്സിനെ ചാഞ്ചല്യമുണ്ടായേക്കാം. അല്ലാഹുവിന്റെ കൽപ്പന പൂർത്തിയാക്കാൻ കഴിയാതെ പതറിപ്പോയേക്കാം. അതുകൊണ്ട് എന്റെ കയ്യും കാലും കെട്ടിവരിയണേ ഉപ്പ. നിങ്ങളുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളുടെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്ക് ചിന്തിക്കാൻ കഴിയോ? മൂന്നാമത് പറഞ്ഞു, ഉപ്പ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. എന്താണ് മോനെ? എന്താണ് മോനെ? എന്റെ ചോര പുരണ്ട കുപ്പായം എന്റെ ഉമ്മാനെ നിങ്ങൾ ഒരിക്കലും കാണിക്കരുത്. എന്റെ ഉമ്മാക്കത് സഹിക്കാൻ കഴിയില്ല ഉപ്പ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പ്രവാസികളെ, 9 വർഷം കഴിഞ്ഞിട്ട് തന്നെ മകൻ ഇങ്ങനെ വരുമ്പോ ഞാനൊന്ന് ചോദിക്കട്ടെ, അറുക്കാൻ പോയ മകന്റെ അടുക്കലേക്ക് കൊണ്ടുപോയത് ഇങ്ങനെ ഒരു മകനെ ഇസ്മായിൽ നബി ഇബ്രാഹിം നബിക്ക് കൊടുത്തതാരാ? 9 വർഷം കണ്ട ഭർത്താവ് തന്നെ അടുക്കൽ നിന്ന് മാറി നിൽക്കുമ്പോ ആ മാറി നിൽക്കുന്ന സമയത്തൊക്കെ പൊന്നുമോനോട്, പൊന്നുമോനെ, എന്റെ ഉപ്പ നമ്മളെ ഇട്ടുകേട്ടിച്ചിട്ട് പോയത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്, നമ്മുടെ സ്വർഗത്തിന് വേണ്ടിയാണ്, നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ്. ഉമ്മയെയും മോനെയും ഉപേക്ഷിച്ചിട്ട് വാപ്പ ഇബ്രാഹിം ഫലസ്തീനിൽ പോയത്. അതുകൊണ്ട് വാപ്പയെ വെറുക്കല്ല മോനെ, വാപ്പയോട് അരിട്ടം തോന്നരുത് മോനെ. 9 വർഷക്കാലവും ഓരോ സമയത്ത്
സമയത്തും വാപ്പയില്ലാത്ത സമയത്ത് വാപ്പയെ കുറിച്ചിട്ട് തന്നെ മകനോട് പറഞ്ഞു കൊടുത്ത ഒരു പ്രിയപ്പെട്ട ഭാര്യയാണ് ഇസ്മായിൽ എന്ന മകനെ സിദ്ധിച്ചെടുത്തത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാനും നിങ്ങളും അടക്കമുള്ള വാപ്പ വീട്ടിലില്ലാത്ത സമയത്ത് ഓരോ നേരവും ഭക്ഷണം മക്കൾക്ക് വിളമ്പി കൊടുക്കുമ്പോ മക്കളോട്, മക്കളെ ഈ ഭക്ഷണം ഞാനും നിങ്ങളും ഇവിടെ ഇരുന്ന് വയറ് നിറച്ച് കിടക്കുമ്പോ നിങ്ങളുടെ വാപ്പ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടേക്കുന്ന പൈസയാണ് മോനെ. നിങ്ങളുടെ വാപ്പ ഓമശ്ശേരി അങ്ങാടിയിൽ കിൻഡൽ ചാക്ക് തോളിൽ ചുമന്നിട്ട് കൊണ്ടുവരുന്ന പൈസയാണിത്. പൊന്നുമോനെ, നിങ്ങളുടെ വാപ്പ ഓടിച്ചിട്ട് കിട്ടുന്ന പൈസയാണിതെന്ന് 3 നേരം മക്കളുടെ മുമ്പിൽ ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോ വാപ്പയില്ലാത്ത സമയത്ത് വാപ്പയുടെ ത്യാഗത്തെ കുറിച്ചും മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാര്യക്ക് മാത്രമേ നമുക്ക് നല്ല മക്കളെ തരാൻ കഴിയൂ. ആ പെണ്ണാണ് അല്ലാഹുവിനെ പേടിയുള്ള പെണ്ണ്. അല്ലാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അങ്ങനത്തെ ഭാര്യ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതത്തിന് സമാധാനം നൽകുമാറാകട്ടെ. കട്ടപ്പെട്ടെന്ന മാപ്പയെ കട്ടപ്പാട് പറഞ്ഞു വളർത്തുന്ന അല്ലാഹുവിനെ പേടിയുള്ളൊരു പെണ്ണ് നമുക്ക് വീട്ടിൽ വേണം. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിന് നീ സന്തോഷവും സമാധാനവും നൽകണേ അല്ലാ. ഇന്നീ സദസ്സ് ദുആ ചെയ്യും. 100 കണക്കിന് ഹാഫിളുകൾ ഈ സദസ്സിലുണ്ട്, 100 കണക്കിന് ആലിമീങ്ങളുണ്ട്. ഇനി ഇതേപോലെ ദുആയുടെ സദസ്സ് കിട്ടില്ല. അവസാനം ഇൻഷാ അല്ലാഹ് ഏറെ ഞാൻ പറയുന്നില്ല, അവസാനം നമ്മൾ എഴുന്നേറ്റ് നിന്ന് 10 സ്വലാത്ത് ചൊല്ലും, ദുആ ചെയ്യും. ഈ സദസ്സ് ഇനി ഇതുപോലൊരു സദസ്സ് കിട്ടുമോ? എത്ര ഹാഫിളീങ്ങളാണ് ഈ സദസ്സ്, എത്ര ഹാഫിളീങ്ങളാ. ആരാ ഹാഫിള് എന്നറിയുമോ? ഇന്നെന്റെ ജീവിതത്തിലെ വലിയൊരു സന്തോഷത്തിന്റെ നിമിഷമാണ്. ഇന്ന് ളുഹറായപ്പോ ഈ വിനീത നേതൃത്വം നൽകുന്ന ഒറ്റപ്പാലത്തടുത്തുള്ള അബ്ദുള്ള ഹിഫ്ളുൽ ഖുർആൻ 50 ഹാഫിളീങ്ങളായ മക്കൾ അവിടെ പഠിക്കുന്നുണ്ട്. ഇന്ന് 12 വയസ്സുകാരൻ കോഴിക്കോട് സ്വദേശി മുഹമ്മദ് സയ്യിദ് 12 വയസ്സുകാരനാ. ആ പൊന്നുമോൻ ഇന്ന് ഹാഫിളായി. ഇന്ന് ളുഹർ നിസ്കാരം കഴിഞ്ഞ് അവന്റെ ഉസ്താദിന്റെ മുമ്പിൽ വന്ന് അവൻ 1 വർഷം മുമ്പ് തുടങ്ങിയ ഖുർആൻ അവസാനം വലഹുൽ കിബ്രിയാഉ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. ആ പൊന്നുമോൻ ഖുർആന്റെ മുഴുവൻ ആയത്തുകൾ കാണാതെ പഠിച്ചു. അവൻ ഓതി തീർന്നു. ഞാനടക്കമുള്ള ഉസ്താദന്മാര് നിലവിളിച്ച് പൊട്ടിക്കരഞ്ഞു പോയി. ആ 12 വയസ്സുള്ള എന്റെ അരയുടെ പൊക്കം പോലും ഇല്ലാത്ത പൊന്നുമോൾ അവനായത്ത് ഓതി തീർന്നു. ഇന്ന് രാവിലെ സൂറത്തുൽ ബഖറയിൽ നിന്ന് തുടങ്ങി അവസാനം വരെ ഒറ്റ ഇരുപ്പിൽ ഖുർആൻ മുഴുവനും കാണാതെ സ്കൂളിലെ പഠനത്തോട് കൂടിയാണ് ഇത് നടക്കുന്നത്. ഒരൊറ്റ വർഷം കൊണ്ട് സ്കൂളിന്റെ പഠനത്തോടുകൂടി ഇന്നലെ മുതൽ തുടങ്ങി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഓതി ഒരൊറ്റ ഇരുപ്പിൽ ഇരുന്നിട്ട് അവസാനം ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. ഓടി തീർന്നപ്പോ പൊട്ടിക്കരഞ്ഞു പോയി ഞാൻ. പിന്നെ എനിക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല. ഇപ്പഴാ പൊന്നുമോനാരായി 40 പേരെ സ്വർഗത്തിലേക്ക് ശുപാർശ ചെയ്യാൻ അവൻ അനുവാദം കിട്ടി. ഇനി അവനെ തൊടണമെങ്കിൽ ഞാനടക്കമുള്ള ആളുകൾ ഒതു എടുക്കണം. അവനെ കബറിൽ വെച്ചാൽ പുഴുക്കൾ പോലും ആ പൊന്നുമോന്റെ ശരീരത്തിൽ തൊടില്ല ഉമ്മ. അവന്റെ ശരീരം നനി ഈ കബറിലെ പുഴുക്കൾക്ക് ഹറാമായി. കാരണം അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ അല്ലാഹു ഇറക്കിക്കൊടുത്ത ഗ്രന്ഥം അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലായി. ഇതേപോലെ എത്ര സുഹൃതങ്ങളാണ്. അല്ലാഹുവേ നാളെ മരിച്ചിവിടെ നിന്ന് തിരിച്ചു പോകുമ്പോ 6 മണ്ണിലേക്ക് പ്രയോജനം ചെയ്യുന്ന അല്ലാഹുവിനെ പേടിയുള്ള ഭാര്യയും മക്കളും നമുക്കുണ്ടാകണം. അതിനുവേണ്ടിയാകട്ടെ നമ്മുടെ ഇന്നത്തെ സദഖ. ഈ വക്കറ്റുമായിട്ട് തന്നെ സംഘാടകർ നമ്മുടെ മുമ്പിലേക്ക് വരും. ഒരു പള്ളിക്ക് വേണ്ടി അല്ലാഹ് കേട്ടു വിട്ടപ്പെട്ട ഭവനത്തിന് വേണ്ടിയാണ് ഈ കൊടുക്കുന്ന ഓരോ സദഖകളും. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇന്നും
2 ഹിഫ്ള് കോളേജിൽ വന്നിട്ട് കരുവാരക്കുണ്ടുള്ള ഒരു ഭാര്യയും ഭർത്താവും വന്ന് ഭർത്താവിന്റെ ഗൾഫിൽ നിന്ന് വന്നിട്ട് ബ്ലഡ് ക്യാൻസർ വന്നു. ഡോക്ടർമാര് കൈയൊടിഞ്ഞു. ഉസ്താദിന്റെ സദസ്സിൽ 6666 സദക്ക തീരുമാനിച്ചു. ഇപ്പൊ എന്റെ ഭർത്താവിന്റെ രോഗശിഫയായി. ഞാൻ ഈ ഹാഫിദീങ്ങളായ മക്കളെ ഒന്ന് കാണാൻ അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ വന്നതാ. അത്ഭുതങ്ങൾ നടന്ന സദസ്സാണിത്. അല്ലാഹുവേ, ഈ ബക്കറ്റിലേക്ക് സദക്ക ചെയ്യുന്നവർ അവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. ഏതാഗ്രഹത്തോടെ പറയുന്നുവോ നീ അതിനെ കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ, രോഗങ്ങളുള്ളവരാണെങ്കിൽ രോഗങ്ങളെ നീ ശിഫയാക്കണേ തമ്പുരാനെ. കടബാധ്യതകളുള്ളവരാണെങ്കിൽ കടബാധ്യത മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഉറക്കെ സല്ലല്ലാഹു അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സമയം അർദ്ധരാത്രിയോടടുക്കുന്നു. നമ്മുടെ ഈ ദുആയ്ക്ക് നമുക്ക് ആമീൻ പറയണം. അല്ലാഹു നമ്മുടെ ജീവിതത്തെ ആക്കി തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ പ്രയാസങ്ങൾ മാറ്റി തരട്ടെ. ഒരാൾ ഒഴിവാകരുത്. ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, സന്തോഷത്തോടെ ഈ സദസ്സിൽ എല്ലാവരും പങ്കാളികളായി അല്ലാഹു നമുക്ക് എല്ലാവിധ ദറജാത്തുകളും എല്ലാവിധ നന്മകളും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4 ക്യാമറ വന്നുള്ളൂ, ഇനി 5 മാത്രം. അത് നമുക്ക് പറയണം. അതുകൊണ്ട് ആദ്യമായിട്ടുണ്ടാകേണ്ടത് അള്ളാഹുവിനെ പേടിയുണ്ടാവണം. അവന്റെ കനത്ത നിരീക്ഷണത്തിലാണ് ഞാൻ എന്ന ബോധം നമുക്ക് ഉണ്ടാകണം. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ആ ബോധം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എന്റെ റബ്ബിനെ കൽപ്പിച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്ന ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ നമ്മൾ നന്നാവും. നമ്മുടെ മരണം നന്നാവും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയെ വിളിപ്പിച്ച് ഖബറടക്കി വലിയ സംഭവമാണ്. എന്തായിരുന്നു കാരണം? ആ കാരണം മറ്റൊന്നും. അല്ലാഹു നമ്മുടെ ജീവിതത്തെ നന്നാക്കി തരാം.